നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ സമയം കുറിച്ച് അതിനായി നഗരങ്ങളിൽ കൗണ്ട് ഡൗൺ ക്ലോക്കുകൾ സ്ഥാപിച്ച നേതാവായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്താൽ വധിക്കപ്പെട്ട ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ആധുനിക മധ്യപൂർവേഷ്യൻ ചരിത്രത്തിൽ ഇറാൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ നീക്കങ്ങൾ എപ്പോഴും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നുവെന്ന് നമുക്കറിയാം. ഇറാൻ്റെ രണ്ടാമത്തെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഭരണകാലം ഇസ്രായേലിനോടുള്ള കടുത്ത ശത്രുതയാൽ അടയാളപ്പെടുത്തപ്പെട്ട കാലഘട്ടമാണത്. ഖമനേയിയുടെ പ്രത്യയശാസ്ത്രം, അദ്ദേഹം നയിച്ച നിഴൽ യുദ്ധങ്ങൾ, നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ, അവയുടെ ബൈബിൾ പരമായ പ്രസക്തി എന്നിവ വിശദമായി വിശകലനം ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നിച്ച് സഞ്ചരിക്കാം. 1939 ഇറാനിലെ മഷ്ഹദിൽ ഒരു പാരമ്പര്യ മുസ്ലിം മത കുടുംബത്തിൽ ജനിച്ച അലി ഖമനേയി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് 1960കളിൽ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഷാ ഭരണകൂടത്തിനെതിരെ നടന്ന വിപ്ലവ പ്രസ്ഥാനത്തിലൂടെയാണ്. വിപ്ലവകാലത്ത് ഖൊമേനി വികസിപ്പിച്ചെടുത്ത പ്രത്യയശാസ്ത്രത്തിൽ ഇസ്രായേൽ എന്നത് വെറും ഒരു ശത്രു രാജ്യമല്ല, മറിച്ച് ഇസ്ലാമിക ലോകത്തിൻ്റെ ഹൃദയത്തിൽ പാശ്ചാത്യ ശക്തികൾ സ്ഥാപിച്ച ഒരു മാരകമായ ക്യാൻസറാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ്റെ പ്രസിഡന്റും പിന്നീട് 1989 പരമോന്നത നേതാവുമായി മാറിയ അദ്ദേഹം ഈ പ്രത്യയശാസ്ത്രം ഔദ്യോഗികമായ വിദേശ നയത്തിൻ്റെ അവിഭാജ്യ ഘടകമായി പ്രഖ്യാപിച്ചു. ആയത്തുള്ള ഖമനേയിയുടെ ഇസ്രായേൽ വിരോധത്തിന് പിന്നിൽ 3 പ്രധാന തലങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പ്രത്യയശാസ്ത്രപരവും മതപരവുമാണ്. ഖൊമേനിയുടെ ചിന്തകളിൽ സയണിസത്തെ പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കുന്തമുനയായാണ് കണ്ടിരുന്നത്. ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് ഇസ്ലാമിക മൂല്യങ്ങളുടെ തകർച്ചയ്ക്കും മുസ്ലിം ലോകത്തിൻ്റെ നാശത്തിനും കാരണമാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. രണ്ടാമത്തേത് ഇസ്ലാമിക നിയമവുമായി ബന്ധപ്പെട്ടതാണ്. യഹൂദർ മുസ്ലിം പള്ളികൾക്കുമേൽ അധികാരം സ്ഥാപിക്കുന്നത് അശുദ്ധിയായി അദ്ദേഹം കണക്കാക്കി. ഇതിനെ നജസ അല്ലെങ്കിൽ അശുദ്ധി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മൂന്നാമത്തേത് രാഷ്ട്രീയവും ചരിത്രപരവുമായ തലമാണ്. അദ്ദേഹത്തിന് മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തെ ഇസ്രായേൽ സഹായിച്ചുവെന്നും ഇറാനിലെ രഹസ്യ പോലീസിന്, അതായത് സവാക്കിന് പീഡന ഉപകരണങ്ങൾ നൽകി സഹായിച്ചു എന്നും ഖമനേയിയുടെ ശത്രുതയ്ക്ക് ആക്കം കൂട്ടി. ഇനി നമുക്ക് പരിശോധിക്കുവാനുള്ളത് ഖമനേയിയുടെ വിനാശകരമായ പല പ്രസ്താവനകളെക്കുറിച്ചാണ്. പരമോന്നത നേതാവ് എന്ന നിലയിൽ ഖമനേയി നടത്തിയ പ്രസംഗങ്ങൾ ഇസ്രായേലിനോടുള്ള വെറുപ്പ് തിങ്ങി നിറഞ്ഞവയായിരുന്നു. ഇസ്രായേലിൻ്റെ നാശത്തെക്കുറിച്ച് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഖമനേയിയുടെ ഏറ്റവും വിവാദമായ പ്രസ്താവനകളിലൊന്ന് ഇസ്രായേൽ ഒരു ക്യാൻസറസ് ട്യൂമർ ആണെന്നുള്ളതാണ്. ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ ട്യൂമർ നീക്കം ചെയ്യപ്പെടണമെന്നും ഉന്മൂലനം ചെയ്യപ്പെടണമെന്നും അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 2012 ഈദ് പ്രസംഗത്തിൽ മുസ്ലിം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സയണിസ്റ്റ് ട്യൂമർ ആണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ലോകമെങ്ങുമുള്ള മുസ്ലിം സമൂഹത്തിൽ ജൂതവിരുദ്ധത ആളിക്കത്തിക്കുന്ന പ്രസ്താവനയായി മാറി. ഖമനേയിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ തന്ത്രത്തെക്കാൾ ഉപരിയായി മതവിശ്വാസത്തിന് പ്രാധാന്യം നൽകുകയും മതവിശ്വാസത്തിൽ അടിത്തറയിട്ടവയുമായിരുന്നു. പാലസ്തീൻ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, മറിച്ച് ഹൃദയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും കാര്യമാണെന്ന് അദ്ദേഹം പല തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2015 ഖമനേയി നടത്തിയ മറ്റൊരു പ്രവചനം, അത് ഏറ്റവും ശ്രദ്ധേയമാണ്, ലോകത്തെ ഞെട്ടിച്ച കാര്യമാണ്. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ പ്രഖ്യാപനം ഇതായിരുന്നു: 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഈ പ്രസ്താവനയെ തുടർന്ന് ഇറാനിലെ പല നഗരങ്ങളിലും 2040 കൗണ്ട് ഡൗൺ ക്ലോക്കുകൾ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഇസ്രായേൽ വിരുദ്ധതയാൽ നിറഞ്ഞതായിരുന്നു. 2014 എന്തുകൊണ്ട് എങ്ങനെ ഇസ്രായേലിനെ ഇല്ലാതെയാക്കാം എന്ന വിഷയത്തിൽ 9 പോയിന്റുകളുള്ള ഒരു രേഖ ഖമനേയി പ്രസിദ്ധീകരിച്ചു. കൂടാതെ ഇസ്രായേലിനെ ബാർബറിക് രാജ്യമെന്നും ശിശുഹത്യ നടത്തുന്നവരെന്നും മേഖലയിലെ അശുദ്ധനായ ഭ്രാന്തൻ എന്നുമൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നാസികൾ യഹൂദന്മാർക്കെതിരെ ഉപയോഗിച്ച ഫൈനൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഉന്മൂലനാശം
എന്ന പദം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഖമനേയി പലതവണ ഉപയോഗിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഖമനേയി നടത്തിയ നിഴൽ യുദ്ധങ്ങളാണ്, അല്ലെങ്കിൽ പ്രോക്സി വാറുകളാണ്. ഖമനേയിയുടെ ഇസ്രായേൽ വിരുദ്ധ നയങ്ങൾ വെറുതെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ ഒരു ശൃംഖല തന്നെ അയാൾ കെട്ടിപ്പടുത്തു. ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, യമനിലെ ഹൂത്തികൾ, സിറിയയിലെയും ഇറാഖിലെയും ഷിയ മിലിഷ്യകൾ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനും ഇറാൻ നൽകിയ പിന്തുണ വളരെ വലുതാണ്. 1990കളിൽ ടെഹ്റാനിൽ നടന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിന് ശേഷമാണ് ഹമാസുമായി ഇറാൻ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത്. ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിൻ ഖമനേയിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന്. 1920 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇത്തരം പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് പ്രതിവർഷം $100 ദശലക്ഷം നൽകുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. 2023 കണക്കുകൾ പ്രകാരം അത് 350 ദശലക്ഷമായി വർദ്ധിച്ചു. ഇസ്രായേൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഗാസ യുദ്ധത്തിൽ കണ്ടെടുത്ത രേഖകൾ പ്രകാരം 2023-24 വർഷത്തിൽ മാത്രം $222 ദശലക്ഷം ഇറാൻ അവിടേക്ക് ഒഴുക്കിയത്. ഹിസ്ബുള്ളയുമായുള്ള ബന്ധം ഇതിലും ആഴത്തിലുള്ളതാണ്. ഖമനേയിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് IRGC വഴിയാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും ഫണ്ടും എല്ലാം ലഭിച്ചുകൊണ്ടിരുന്നത്. ഹിസ്ബുള്ളയുടെ പക്കൽ ഏകദേശം 1,50,000 മിസൈലുകൾ തന്നെ ഇറാൻ്റെ പിന്തുണയോടെ ശേഖരിക്കപ്പെട്ടതുണ്ട് എന്നാണ് കണക്കുകൾ. ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിൽ നിരന്തരം ഭീഷണി ഉയർത്താൻ ഖമനേയി ഹിസ്ബുള്ളയെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പ്രോക്സികളെ വെച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തെങ്കിലും 2024 ആയപ്പോഴേക്ക് നേരിട്ടുള്ള സംഘർഷത്തിൻ്റെ ഒരു കാലഘട്ടം പിറക്കുകയാണ്. പതിറ്റാണ്ടുകളായി നിഴൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇറാൻ ഖമനേയിയുടെ അവസാന കാലഘട്ടത്തിൽ ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നു. 2024 ഏപ്രിലിൽ ഇറാൻ്റെ സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. അതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു. ഇത് മേഖലയിലെ സംഘർഷങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. 2024 ഒക്ടോബർ 1 നടന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സെക്കൻഡ് എന്ന ആക്രമണത്തിൽ ഏകദേശം 200 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ അയച്ചത്. ഫത്ത പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഈ മിസൈലുകളെ നേരിട്ടെങ്കിലും ചില മിസൈലുകൾ ഇസ്രായേലിൻ്റെ ചില എയർബേസുകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും സത്യമാണ്. ഖമനേയിയുടെ നേരിട്ടുള്ള ഉത്തരവിലാണ് ഇത്തരം ആക്രമണങ്ങളെല്ലാം നടന്നത്. 2025 ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ 12 ദിവസം നീണ്ടു നിന്നിരുന്ന അതിശക്തമായ യുദ്ധം നടന്നു. ഇറാൻ്റെ ആണവ പദ്ധതികൾ തകർക്കാനായി ഇസ്രായേലും അമേരിക്കയും നടത്തിയ നീക്കമായിരുന്നു ഈ യുദ്ധം. ഈ യുദ്ധത്തിൽ ഇറാൻ്റെ സൈനിക ശേഷിക്ക് വലിയ തിരിച്ചടിയേറ്റു. IRGCയുടെ തലവൻ ഹുസൈൻ സലാമി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഈ സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുകയും രാജ്യത്തിനകത്ത് വലിയ ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. അതിൻ്റെ എല്ലാം അനന്തരഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഖമനേയിയുടെ ഈ അന്ത്യവും അതിനെ തുടർന്നുണ്ടാകുന്ന ഇറാൻ്റെ രാഷ്ട്രീയ ഭാവിയും എന്താണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം. 2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഇപ്പോഴത്തെ ഈ വ്യോമാക്രമണത്തിൽ 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. സങ്കീർണമായ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ കൃത്യമായ ആക്രമണമായിരുന്നു ഇസ്രായേൽ സൈന്യവും അമേരിക്കൻ സൈന്യവും നടത്തിയത്. ഇപ്പോൾ ഇറാനിൽ ഒരു വലിയ നേതൃത്വ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ഖമനേയിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖമനേയി വരാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹസൻ റുഹാനി, അലി ലാരിജാനി തുടങ്ങിയ മിതവാദികൾ അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും IRGCയുടെ കടുത്ത നിലപാടുകൾ ഇതിന് തടസ്സമാണ്. നിലവിൽ അലി ലാരിജാനി ദേശീയ സുരക്ഷാ സമിതിയുടെ തലവനായി താൽക്കാലിക ചുമതലകൾ വഹിക്കുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.
ഇത്രയുമൊക്കെയാണ് ഇറാനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഭാവിയെക്കുറിച്ച് നോക്കിയാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുതയെ ക്രൈസ്തവ ലോകം വലിയ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ബൈബിളിലെ പ്രവചനങ്ങളിൽ ഇറാന് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ക്രിസ്തീയ പണ്ഡിതന്മാർ ഖമനേയിയുടെ കാലഘട്ടത്തെ ബൈബിൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതുവരെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അന്ത്യകാലത്ത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പേർഷ്യ നേരിട്ട് പരാമർശിക്കപ്പെടുന്നു. പേർഷ്യ, കൂശ്, പൂത്ത് എന്നിവർ അവരോടുകൂടെ ഉണ്ടാകും. അവരെല്ലാവരും പരിചയവും ശിരസ്ത്രവും ധരിച്ചവരായിരിക്കും. യെഹെസ്കേൽ 38:5 ഖമനേയിയുടെ നേതൃത്വത്തിൽ ഇറാൻ രൂപീകരിച്ച സൈനിക സഖ്യങ്ങൾ ഈ പ്രവചനത്തിൻ്റെ മുന്നോടിയാണെന്ന് പ്രമുഖ ബൈബിൾ പഠിതാക്കളൊക്കെ വിശ്വസിക്കുന്നു. ഇസ്രായേൽ സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. 1948 ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെട്ടത് ഈ പ്രവചന ഘടികാരത്തിൻ്റെ ഒരു ചലനമായി ക്രൈസ്തവ പണ്ഡിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നു. യിരെമ്യാ പ്രവചനം 49 എലാമിനെ കുറിച്ചുള്ള അരുളപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവചന ഭാഗമുണ്ട്. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ എലാമിൻ്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഇറാൻ്റെ ഇന്നത്തെ ശക്തി അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയാണെന്ന് നമുക്കറിയാം. ബൈബിളിലെ വില്ല് എന്ന പ്രയോഗം സൈനിക ശക്തിയുടെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഖമനേയിയുടെ ഭരണകാലത്ത് ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യ, അവരുടെ ആ ശേഷി ദൈവം തകർക്കുമെന്നതിൻ്റെ സൂചനയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നാൽ ഒടുക്കം ദൈവം എലാമിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തുമെന്ന ഒരു വാഗ്ദാനവും ബൈബിളിലുണ്ട്. യിരെമ്യാ പ്രവചനം 49:39 നമ്മളത് വായിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഭയുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി ഇറാൻ ഇസ്രായേലിൻ്റെ ശത്രുവാണെങ്കിലും ആത്മീയമായി അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭൂഗർഭ ക്രൈസ്തവ സഭ ഇന്ന് ഇറാനിലാണുള്ളത്. 1979 വെറും 500 താഴെ മാത്രം വിശ്വാസികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് അവരുടെ കണക്ക് 10 ലക്ഷത്തിലധികമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖമനേയിയുടെ കടുത്ത ഇസ്ലാമിക നിയമങ്ങളും പീഡനങ്ങളും ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാനും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും കാരണമായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഭരണകാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ ഇറാനികൾ, ധാരാളം ആളുകൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് അവരുടെ ബന്ധുക്കളെയും അവരുടെ സമൂഹത്തെ തന്നെയും മാറ്റിമറിക്കുവാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അവസാനമായി ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ആയത്തുള്ള അലി ഖമനേയിയുടെ ജീവിതവും ഭരണവും ഇസ്രായേലിനോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ശത്രുതയാലും വെറുപ്പിനാലും നിറഞ്ഞതായിരുന്നു. പ്രഭാഷണങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും അദ്ദേഹം ഇസ്രായേലിൻ്റെ നാശം ലക്ഷ്യമാക്കി. എന്നാൽ ചരിത്രത്തെയും പ്രവചനങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ പദ്ധതികൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ കൃത്യമായൊരു പ്ലാൻ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ശത്രുക്കളുടെ ആയുധങ്ങളെ നിഷ്ഫലമാക്കുമെന്നും ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു. ഖമനേയിയുടെ പതനവും ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ലോകത്തിന് നൽകുന്ന പാഠം ദൈവത്തിൻ്റെ പദ്ധതികളെ തടയുവാൻ ഒരു ഭരണാധികാരിക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. അതിനാൽ നമുക്ക് ഭയപ്പെടാതെ പ്രാർത്ഥനയോടെ കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കാം. ഇറാനിലെ വിശ്വാസികൾക്കും ഇസ്രായേലിൻ്റെ സമാധാനത്തിനുമായി ദൈവവചനപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികളായ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ നാട്ടിലുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. എല്ലാവരും ഭീതിയിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, എത്രയും വേഗം ഈ പ്രതിസന്ധികൾ അവസാനിക്കട്ടെ.